നമസ്കാരം. പി ജയരാജൻ, ഇ പി ജയരാജൻ, എം വി ജയരാജൻ, ജി സുധാകരൻ, കെ കെ ശൈലജ, പി കെ ശശി, കെ ടി ജലീൽ, എ എൻ ഷംഷീർ, സ്വരാജ്, ഈ പേരുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരിക? നിങ്ങൾക്ക് എന്ത് ഓർമ്മ വന്നാലും വാസ്തവത്തിൽ ഇവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ, ഇന്നത്തെ കാലത്ത് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളെന്ന് പറഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ്റെ ആശയങ്ങൾ അക്ഷരത്തെറ്റ് കൂടാതെ വള്ളി പുള്ളി കുത്ത് കോമ വ്യത്യാസം വരാതെ നടപ്പാക്കിക്കൊണ്ടിരുന്ന വിശ്വസ്തരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായിരുന്നു. ഇവരിൽ പലരെയും വേണമെങ്കിൽ അടിമകൾ എന്ന് തന്നെ പറയാം. പക്ഷേ കാലാകാലത്ത് ഇവരിൽ ഓരോരുത്തരെയും പാർട്ടിയിൽ നിന്ന് ശ്രീ പിണറായി വിജയൻ നേരിട്ടോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ മൗനാനുവാദത്തോടുകൂടി പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൊത്തമായോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ തന്നെയാണ്, അതിനൊരു സംശയവും വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തത്വത്തിൽ സംസ്ഥാന സെക്രട്ടറിയും ദേശീയ സെക്രട്ടറിയും ഒക്കെ ഉണ്ടെങ്കിലും പിണറായി വിജയൻ തന്നെയാണ് ആത്യന്തികമായി CPIM എന്ന പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ മുതൽ അതിൻ്റെ മുഴുവൻ തത്വശാസ്ത്രം വരെ ഇന്ന് നിർണ്ണയിക്കുന്നത്. അതിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൗനാനുവാദത്തോടു കൂടിയോ അല്ലെങ്കിൽ അദ്ദേഹം നേരിട്ട് തന്നെയോ കാലാകാലത്തിൽ ഒതുക്കിയ അല്ലെങ്കിൽ വെട്ടി നിരത്തിയ ആളുകളാണ് ഞാൻ മേൽപ്പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വ്യക്തികളെല്ലാം തന്നെ. അപ്പോൾ ഞാൻ ഒരു കാര്യം ആദ്യമേ പ്രേക്ഷകരോട് വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പറഞ്ഞ വ്യക്തികളുടെ ആരുടെയും പ്രവർത്തന ശൈലിയോടോ രാഷ്ട്രീയത്തോടോ എനിക്ക് യാതൊരു അനുകൂല മനോഭാവവുമില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ്റെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു സാധാരണ പ്രവർത്തകൻ്റെ വീക്ഷണകോണിലൂടെ നോക്കുമ്പോൾ ഇവരെല്ലാവരും പാർട്ടി തത്വശാസ്ത്രങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചവരെന്നവരാണ്. അത് പിണറായി വിജയൻ എന്താണോ പാർട്ടിയുടെ തത്വശാസ്ത്രമെന്ന് ഇന്നത്തെ കാലത്ത് മുന്നോട്ട് വയ്ക്കുന്നത്, അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വള്ളി പുള്ളി കുത്തുകോമ വിടാതെ പിന്തുടർന്നവരാണ്, നടപ്പാക്കുവാൻ ശ്രമിച്ചവരാണ്. ആ തത്വശാസ്ത്രം എന്നുള്ളത് ന്യൂനപക്ഷ പ്രീണനമാകട്ടെ, ഹൈന്ദവ ധ്വംസനമാകട്ടെ, ശബരിമലയിൽ തലയിൽ മുണ്ടിട്ട് ആക്ടിവിസ്റ്റുകളെ കയറ്റുവാനുള്ള ഗൂഢശ്രമങ്ങളാകട്ടെ, ഹൈന്ദവ വിശ്വാസങ്ങളെ അപമാനിക്കുവാനുള്ള ശ്രമങ്ങളാവട്ടെ, ദേശവിരുദ്ധമായ കാര്യങ്ങൾ തന്നെ ആയിക്കോട്ടെ, ഇതെല്ലാം പിണറായി വിജയന് താല്പര്യമുണ്ടെങ്കിൽ അതിനെ ഏത് തരത്തിലും നടപ്പാക്കുവാനും ആ നടപ്പാക്കുവാൻ ശ്രമിച്ച കാര്യങ്ങളെ ഏത് തരത്തിലും യാതൊരു ജാള്യതയുമില്ലാതെ ന്യായീകരിക്കുവാനും കൈമൈ മറന്ന് ശ്രമിച്ചവരാണ് ഇവരെല്ലാം. അത് പി ജയരാജനാവട്ടെ, പി കെ ശശി ആവട്ടെ, കെ കെ ശൈലജയാവട്ടെ, ഇതിൻ്റെ അവർ നടത്തിയിരുന്ന ശ്രമങ്ങൾക്കും ഒരു പ്രവർത്തന ശൈലിക്കുമൊക്കെ അല്പസ്വല്പം വ്യത്യാസമുണ്ടായിരിക്കും. പക്ഷേ ആത്യന്തികമായി പിണറായി വിജയന് വേണ്ടി മാത്രം കൈമൈ മറന്ന് പ്രവർത്തിച്ചവരാണ് ഇവരെല്ലാം. ഇവരെല്ലാം കാലാകാലത്ത് പിണറായി വിജയൻ വളരെ വൃത്തിയായി ഒരു ക്ലീൻ സ്ട്രൈക്ക് എന്ന് ഇംഗ്ലീഷിൽ പറയും, ഒരു ക്ലീൻ ബ്രേക്ക് എന്നുള്ള രീതിയിൽ തന്നെ വെട്ടിമാറ്റി. അതിൽ പി കെ ശശി മാത്രം ഇപ്പോൾ അല്പസ്വല്പം അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ മറ്റാരും ഒരക്ഷരം പുറത്ത് മിണ്ടാതെ, മിണ്ടുവാൻ നിവർത്തിയില്ലാതെ പിണറായി വിജയൻ ഏത് വശത്തേക്കാണോ അവരെ തൂത്തുകൂട്ടിയത്, അല്ലെങ്കിൽ ഏത് പരവതാനിക്കടിയിലേക്കാണോ അവരെ തൂത്തുകൂട്ടി ഒരു എന്താ പറയുക, വേസ്റ്റ്, കച്ചറ എന്ന് പറയില്ലേ, കച്ചറ പോലെ എടുത്ത് പുറത്ത് കളഞ്ഞ, അല്ലെങ്കിൽ ചവറായി എടുത്ത് പുറത്ത് കളഞ്ഞ, കരിവേപ്പിലയായി എടുത്ത് പുറത്ത് കളഞ്ഞ ആളുകൾ നിശബ്ദരായി തന്നെ അതെല്ലാം സഹിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. കാരണം ഇവരുടെ എല്ലാം പുത്രസ്നേഹം, പുത്രിസ്നേഹം ഒക്കെയാണ് അതിൻ്റെ പ്രധാന കാരണം എന്ന് വിമർശകർ പറയുന്നു. കാരണം വിജിലൻസ് കയ്യിലുള്ളിടത്തോളം കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ പുത്രന്മാരെയും പുത്രികളെയും കുറിച്ചുള്ള നീണ്ടകാലമായിട്ടുള്ളൊരു ആരോപണം, ഇവരിൽ പലരും വിദേശത്ത് സാധാരണമായ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാണ് പരസ്യമായി, അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ കണ്ണിൽ. എന്നാൽ ഇവരിൽ പലരും ഹവാല മുതൽ ഈ സ്വർണം പൊട്ടിക്കൽ വരെയുള്ള ഒരു രണ്ടാം തരം പ്രവൃത്തികളോ അല്ലെങ്കിൽ ജോലികളോ ചെയ്യുന്നതിൽ പ്രധാന ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവരാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇവരെ ഗൾഫ് മേഖലകളിൽ പലയിടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം വ്യക്തമായിട്ടുള്ള രേഖകളും തെളിവുകളും വിജിലൻസിൻ്റെ കയ്യിലും അല്ലെങ്കിൽ സംസ്ഥാന നിയമപാലകരുടെ കയ്യിലും ഉണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ്. ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ അവർ ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഇതെല്ലാം എതിരാളികളുടെ ആരോപണമാണ് എന്ന് പറഞ്ഞവർ തള്ളിക്കളയുന്നുണ്ട്. ഞാനൊരു സെനേറിയോ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഒരു
സാധ്യത നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഈ പുത്രന്മാരും പുത്രികളും ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ ആഭ്യന്തര വകുപ്പിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് ഇവരെയൊക്കെ വരുതിയിൽ നിർത്തുവാൻ യാതൊരു പ്രയാസവുമില്ല. കെട്ടുപൊട്ടിച്ച് ചാടിപ്പോയത് വിശ്വസ്തരായിട്ടുള്ള പി കെ ശശി ഇപ്പോൾ ചാടാൻ തയ്യാറായി നിൽക്കുന്നു. കെ ടി ജലീലിനെ ചാടുന്നതിന് മുമ്പ് തന്നെ, കാരണം കെ ടി ജലീലിന് എൻ്റെ കയ്യിലും നിരവധി തെളിവുകളും പല ബന്ധങ്ങളും ഇപ്പോഴും ബാക്കിയുണ്ടെന്നുള്ളതിനാൽ കെ ടി ജലീലിനെ തൽക്കാലം പൂർണ്ണമായി വിടാതെ ഇപ്പോഴും ഒന്ന് അന്വയിപ്പിച്ച് നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മറ്റുള്ളവരെല്ലാം പൂർണ്ണമായി അടിമകളായി തന്നെ തുടരുന്ന ഒരു സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട് ശ്രീ പിണറായി വിജയൻ. അപ്പോൾ ഇതെന്തിനാണ് ഇദ്ദേഹം ഈ വെട്ടിനിരത്തലും ഒതുക്കലുകളുമൊക്കെ ഇങ്ങനെ അനസ്യൂതം നടത്തിക്കൊണ്ടിരിക്കുന്നത്? പലരും പറയുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിന് ഭീഷണിയാവുന്ന തരത്തിൽ വളർന്നു വരുന്ന ആരെയും, ഉദാഹരണമായി ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടപ്പെടുന്നത് കെ കെ ശൈലജയാണ്, അദ്ദേഹം ഒതുക്കും. അല്ലെങ്കിൽ കെ കെ ശൈലജ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടി ജയിച്ചു എന്നുള്ളിടത്ത് തുടങ്ങിയ വിരോധമാണ് പിണറായി വിജയന്. തന്നെയുമല്ല, മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ കഴിവ് തെളിയിച്ചു എന്ന് പറയപ്പെടുന്ന മന്ത്രി, ഞാൻ പറയുന്നില്ല, അതിൻ്റെ വാസ്തവികതയെക്കുറിച്ച് നാം നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ആവശ്യമെങ്കിൽ വീണ്ടും അതിനെക്കുറിച്ച് ചർച്ചയാവും. ഇപ്പോൾ തെളിയിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തന മികവ് കാണിച്ചു എന്ന് പറയപ്പെടുന്ന മന്ത്രി ശൈലജയായിരുന്നതുകൊണ്ടും പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഭീഷണിയാവുന്ന തരത്തിൽ തന്നെ അവർ വളർന്നതുകൊണ്ടും ആണ് അവരെ ഒതുക്കിയതെന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതിൻ്റെ പ്രത്യക്ഷമായ സത്യം ഇത് തന്നെയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് ഉപരിപ്ലവമായൊരു നോട്ടത്തിൽ മാത്രം വാസ്തവമെന്ന് നമുക്ക് തോന്നുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഇതല്ല സത്യം. പിണറായി വിജയൻ ഒരു വഴിയൊരുക്കലിൻ്റെ തിരക്കിലാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കൽ എന്ന് ചോദിച്ചാൽ, അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചാലോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം ലഭിച്ചാലോ, അതായത് 2026 തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ സംശയത്തിലായിരുന്നു. ഒരു 3 മാസം മുമ്പ് വരെ ഉറപ്പായിരുന്നു, ഇപ്പോൾ സംശയത്തിലാണ്. അതൊരു തുലാസിലാണ് നിൽക്കുന്നത്. മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ്, ഈ രണ്ടിൽ ഏത് സ്ഥാനവും അദ്ദേഹത്തിന് തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അദ്ദേഹം തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ 2026 തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നത്. അദ്ദേഹത്തിന് ആ സ്ഥാനം ലഭിക്കും. പക്ഷേ ഒരു 1.5 വർഷത്തിനുള്ളിൽ അനാരോഗ്യങ്ങൾ ഒരുപാട് അദ്ദേഹത്തിനുണ്ട്, രോഗങ്ങൾ ഒരുപാട് അദ്ദേഹത്തിനെ അലട്ടുന്നുണ്ട്. ഈ ഒരവസ്ഥയിൽ രാഷ്ട്രീയത്തിൽ നിന്നൊരു വനവാസം സ്വീകരിക്കുന്ന തലത്തിലേക്ക് തന്നെ അദ്ദേഹം പോകുവാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ശേഷം പാർട്ടിയെ ആര് നയിക്കും എന്നുള്ള കാര്യത്തിനൊരു തീരുമാനമാക്കുവാൻ വേണ്ടി ഒരു വ്യക്തിക്ക് വേണ്ടി വഴി വെട്ടുന്ന തിരക്കിലാണ് അദ്ദേഹം. ആ വഴിവെട്ടലിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെയെല്ലാം വെട്ടി നിരത്തുന്നത്. ആ വ്യക്തി ആരാണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ഏവർക്കും അറിയാം. എന്നിരുന്നാലും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, അദ്ദേഹത്തിൻ്റെ മരുമകനായ ശ്രീ മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിന് വേണ്ടിയിട്ടുള്ള വഴിയൊരുക്കലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും വേണ്ട. പ്രത്യേകിച്ച് ഈ സമസ്തയുടെ സമ്മേളനത്തിലെല്ലാം പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒക്കെ ഒരുമിച്ച് പങ്കെടുത്ത സമസ്തയുടെ സമ്മേളനത്തിനൊക്കെ മുൻപ് തന്നെ കാന്തപുരം അബൂബക്കറെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മർക്കസിൽ പോയി സന്ദർശിച്ചിരുന്നു. ആ വാർത്ത പ്രേക്ഷകരുടെ മുമ്പിൽ വിശകലനമായി അവതരിപ്പിച്ചപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞിരുന്നു, ശ്രീ മുഹമ്മദ് റിയാസ് കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താമസിയാതെ പദവിയേൽക്കും, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്ത്, ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രി എന്നുള്ള ഉറപ്പ് തുലാസിലായത് കാരണം പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് താമസിയാതെ പദവിയേൽക്കുമെന്നുള്ള സന്ദേശം രഹസ്യമായി മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ നൽകുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പിണറായി വിജയൻ കാന്തപുരത്തെ സന്ദർശിച്ചത് എന്നുള്ളൊരു വിവരം ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരുന്നു. അതൊരു ആന്തരികമായിട്ടുള്ള രഹസ്യമാണ്, അരമന രഹസ്യമാണ്. അതിപ്പോൾ അങ്ങാടിപ്പാട്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരവസരത്തിൽ ഒരു തരത്തിലും മുഹമ്മദ് റിയാസിന് ഇവർ ഭീഷണിയാവരുത്, ഇവരെല്ലാവരും. കാരണം ഇവരെല്ലാം മുഹമ്മദ് റിയാസിൻ്റെ പ്രവർത്തന മികവ് 90 ഇവരുടെയൊക്കെ പ്രവർത്തന മികവ് 150 എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയം എന്താണോ, ഇപ്പോഴത്തെ പ്രവർത്തന രീതി എന്താണോ, ആരാണോ നല്ല നേതാവ് എന്നുള്ള രീതിയിൽ പരസ്യങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിലേക്ക് നിർത്തപ്പെടുന്നത്, ആ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ മറ്റൊരു പ്രതിച്ഛായ അതിനു മേലെ വളർന്നു വരരുത്, അല്ലെങ്കിൽ അതിലും തിളക്കമുള്ളൊരു പ്രതിച്ഛായ അരികിൽ ഉണ്ടാവരുത്. ഇത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രവർത്തന മികവിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും
കമ്മ്യൂണിസ്റ്റ് സഖാക്കളും പ്രവർത്തന മികവും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള ബന്ധമേ ഉള്ളൂ എന്നുള്ള കാര്യം ഇന്നത്തെ കാലത്ത് സുവ്യക്തമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു, പ്രവർത്തന മികവും ഇതുമായി യാതൊരു ബന്ധവുമില്ല. പക്ഷേ മുഹമ്മദ് റിയാസിനുള്ള വഴിയൊരുക്കലാണ്, മുഹമ്മദ് റിയാസിൻ്റെ സിംഹാസനാരോഹണത്തിലേക്കുള്ള വഴിയൊരുക്കലാണ് ഈ വെട്ടിനിരത്തലിലൂടെ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെട്ടിനിരത്തൽ എന്നുള്ളതൊരു സിംഗുലർ യൂസേജ് അല്ല, വെട്ടിനിരത്തലുകളാണ്. അനവധി വെട്ടിനിരത്തലുകൾ നിരന്തരമായി നടത്തിക്കൊണ്ട് ഒടുവിലത്തെ വെട്ടിനിരത്തൽ, അതായത് ഇത് അവസാനത്തേതല്ല, ഏറ്റവും പുതിയ വെട്ടിനിരത്തൽ പി കെ ശശിയിലെത്തി നിൽക്കുന്ന തലത്തിലെത്തി നിൽക്കുന്നു പിണറായി വിജയൻ്റെ വെട്ടിനിരത്തൽ. അപ്പോൾ ജി സുധാകരനും പി കെ ശശിയും, ജി സുധാകരനും ഇപ്പോൾ ചെറിയ മുരൾച്ചയൊക്കെ മുരണ്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്നാലും പ്രായം ഒരു പ്രശ്നമാണ്. ഒപ്പം ഏത് രാഷ്ട്രീയ കക്ഷി അദ്ദേഹത്തെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിലും സംശയങ്ങളുണ്ട്. പക്ഷേ പി കെ ശശിയെപ്പോലെ കുറച്ചുകൂടി പ്രായം കൊണ്ട് നേട്ടമുള്ള, അല്ലെങ്കിൽ പ്രായം അനുവദിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ UDF കുറച്ചുകൂടി എളുപ്പത്തിൽ തങ്ങളിലേക്ക് അടുപ്പിക്കും. എന്നാൽ തന്നെ ജി സുധാകരൻ്റെ കാര്യം വരുമ്പോൾ കായംകുളത്ത് ജി സുധാകരൻ്റേതായിട്ടുള്ള സ്വാധീനം അല്പം ശക്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെ UDF ചിലപ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കുവാൻ സാധ്യതയുണ്ട്. BJPയിലേക്ക് സുധാകരൻ വരുവാനുള്ള സാധ്യത തുലവും വിരളമാണ്. അതിൻ്റെ കാരണം ഈ രാഷ്ട്രീയപരമായിട്ടും ആശയപരമായിട്ടും നിരവധി എതിർപ്പുകൾ സുധാകരന് നേരെ BJPക്കുള്ളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ ചിലപ്പോൾ അതിനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല. എന്തായാലും സുധാകരൻ ഇപ്പോൾ അതിനൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല. പി കെ ശശി ഏതാണ്ട് പാർട്ടി വിടുമെന്നുള്ള തീരുമാനത്തിലെത്തിയ മനസ്ഥിതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാരണം അല്ലെങ്കിൽ എറണാകുളത്ത് നിന്നുള്ള SFIയുടെ നേതാവിനെ എൻ്റെ സത്യാവസ്ഥ അദ്ദേഹം വിളിച്ച് പറയില്ലല്ലോ. ആർഷോയ്ക്ക് എവിടെയെങ്കിലും ചാരാതെ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിരുന്നു, കണ്ടു കാണും. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കും. അപ്പോൾ ഈ വെട്ടിനിരത്തലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് റിയാസിൻ്റെ സ്ഥാനാരോഹണത്തിനുള്ള, സിംഹാസനാരോഹണത്തിനുള്ള പാതയൊരുക്കലുകൾ പിണറായി വിജയൻ ഇത്ര ധൃതി പിടിച്ചെന്തിനാണ് നടത്തുന്നത്? അദ്ദേഹത്തിന് ഒരു കാര്യം അറിയാം, ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം അദ്ദേഹത്തെ പൂർണ്ണമായും അവശനാക്കി കഴിഞ്ഞാൽ സ്വന്തമായി ഈ പാർട്ടിയുടെ സർവാധിപത്യം പിടിച്ചെടുക്കുവാനോ, അല്ലെങ്കിൽ പിണറായി വിജയൻ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന സർവാധിപത്യം നിലനിർത്തുവാനോ ഉള്ള ഒരു കഴിവ് മുഹമ്മദ് റിയാസിന് ഇല്ല എന്നുള്ള കാര്യം പിണറായി വിജയന് തീർച്ചയായിട്ടും അറിയാം. അപ്പോൾ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ എങ്ങനെയാണോ കഴിവില്ലാത്ത ഉദയനിധിയെ തൻ്റെ കാലം കഴിയുന്നതിന് മുമ്പ് DMKയുടെ തലപ്പത്ത് പ്രതിഷ്ഠിക്കുവാൻ ശ്രമിക്കുന്നത്, അതേ പ്രവർത്തന രീതി തന്നെ ഉൾക്കൊണ്ട് വെട്ടിനിരത്തേണ്ടവരെ വെട്ടിനിരത്തി മുഹമ്മദ് റിയാസിന് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാകുമെന്ന് സംശയമെങ്കിലും തോന്നുന്നവരെ ഒഴിവാക്കി പാത തെളിക്കൽ, വഴി തെളിക്കൽ പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വിവരങ്ങൾ പി കെ ശശിയുടെ ഏറ്റവും പുതിയ പരിഭവങ്ങളുടെയും പരിദേവനങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് കമൻറ്റുകളിലൂടെ അറിയിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.